കഷ്ടകാലത്തിന് ഞാൻ ആ പെണ്ണിനോട് ചെന്നിട്ട് പറഞ്ഞു, കൊച്ചെ നീ ഇട്ടേക്കുന്ന തുണി കൊള്ളത്തില്ലെന്ന്. എനിക്ക് അപ്പൊ ഒരു ക്രിമികടി തോന്നി, ഞാൻ അങ്ങനെ അങ്ങ് പറഞ്ഞു. എന്റെ നല്ല നാക്ക് ചെത്തിയൊക്കെ കളയണം. അപ്പൊ അവള് പറയാനേ ഇതിന് എത്ര രൂപയാന്ന് അറിയാവോ? ഞാൻ പറഞ്ഞു 3750 രൂപ. നമ്മളങ്ങനല്ലേ ചേച്ചി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പറയാനേ ഇങ്ങേരുണ്ടല്ലോ, ഇങ്ങേര് ഞാൻ തുണിക്കടയിൽ പോകുന്നതിന് മുമ്പ് ആ സജിയെ വിളിക്കും. ആ കൊള്ളനോ എരപ്പനെ ഞാൻ കാണുന്നുണ്ട്, അവനെ കൊല്ലും ഞാൻ. അവനെ വിളിക്കും. അവനെ വിളിച്ചിട്ട് പറയേ ബ്രാൻഡഡ് ആന്ന് പറയണം, എത്ര രൂപയുണ്ടോ അതിൻ്റെ കൂടെ ഒരു പൂജം കൂടെ ചേർക്കണമെന്ന് ഇങ്ങനെ പറയുമെന്ന്. അങ്ങനെ എനിക്ക് കൊടുത്തത് എല്ലാ തുണിയും അങ്ങനത്തെ പ്ലാത്താങ്കര പള്ളിയിൽ പെരുന്നാളിന് പോയായിരുന്നോ? അന്ന് മേടിച്ച ചുരിദാറിന് എത്ര രൂപയാ? അത് 2 സത്യം പറഞ്ഞോ എത്ര രൂപയാണ്? ഒരു പൂജ്യം വില. അത് കളതാ, അത് വിട്. അത് ഒരു പൂജ്യം വിലയില്ലല്ലോ അത്. ഈ പാവാടയൊക്കെ എങ്ങനെ മുത്ത ഇങ്ങനെ കീറുന്നത്? അയ്യോ, ആദാമിന്റെ കാലത്ത് മേടിച്ചു തന്നൊരു പാവാടയാണ്. 5 എണ്ണം ഉണ്ട്. അതാണ് ഇത്രയും വർഷമായിട്ട് ഇടുന്നത്. ഇപ്പൊ കീറത്തില്ലേ? ഇതിനൊക്കെ മറുപടി പറയാൻ എനിക്ക് അറിയാൻ പാടില്ലാണ്ടല്ല, പിന്നെ എന്തിനാ? ഞാനൊരു നല്ല കാര്യം പറയാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. ആ പറ. അമ്മയ്ക്ക് ഓർഡർ വേണോ? എന്ത് ഓർഡർ? തക്കിന്നേന്റെ അമ്മ എടുത്താ 12 എണ്ണം കിട്ടും. സ്കൂൾ യൂണിഫോം ആണ്, ചുരിദാർ. ഓ, നിങ്ങളുടെ യൂണിഫോം ആയിരിക്കും. കുറച്ച് വെറൈറ്റി ആണ്, പക്ഷെ 12 എണ്ണം കിട്ടും സ്കൂളില്. അങ്ങനെ ആ ഓർഡറും ഇതൊക്കെ ഉണ്ട്. നിനക്ക് അത്യാവശ്യം തയ്യലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ ടെക്സ്റ്റൈലും തുടങ്ങി ഒരു ടൈലറിങ് യൂണിറ്റും കൂടെ തുടങ്ങാം. എന്റെ പൊന്നു ഡാഡി വേണ്ട. ഈ രാഷ്ട്രീയം എന്തിനാണ് കുടുംബത്തോട്ട് കൊണ്ടുവരുന്നത്? ഉടായിപ്പ വാഗ്ദാനങ്ങൾ അതൊക്കെ അണികളടുത്തേ വർക്കാവുള്ളൂ. കിട്ടിയല്ലോ, തൃപ്തിയായല്ലോ. വളർന്നുപോയി എന്റെ മകളങ്ങ് വളർന്നുപോയി. മട്ടൻ കിട്ടിയോ നിങ്ങക്ക്? മട്ടൻ വാങ്ങിച്ചല്ലോ. ഓ, അപ്പൊ അതൊക്കെ വാങ്ങിക്കാൻ അറിയാല്ലേ? ഇപ്പൊ എന്തിന്റെ ആവശ്യമായിരുന്നു മട്ടൻ വാങ്ങിക്കണ്ടേ? എടി അവള് എന്റെ ലില്ലിയെ പോലെ അല്ലേ അവള്? പിന്നെ ലില്ലിയെ പോലല്ലേ? അവളൊരാഗ്രഹം പറഞ്ഞത് സാധിച്ചു കൊടുക്കണ എന്താ പ്രശ്നം? ആ, സാധിച്ചു കൊടുത്തോ. ഇനിയുള്ള ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കണം. എന്തായാലും ആ പെണ്ണ് ഇവിടെ 3-4 ദിവസം ഉണ്ടാവും. ഈ ലില്ലിയെ പോലെ എനിക്ക് അവള് ഒരു പെങ്ങള് തന്നെയാണ്. അപ്പൊ ഒരാഗ്രഹം സാധിച്ചു കൊടുക്കുന്നത് ഒന്നും സംഭവിക്കില്ല. നിന്റെ ആങ്ങളെ പോലെ അല്ല ഞങ്ങള്. എന്തെങ്കിലും പറയുമ്പോ എന്റെ ആങ്ങളെ പറയണത്. എന്റെ ആങ്ങളൊക്കെ എന്താ കുഴപ്പം? അവന് കുഴപ്പമേ ഉള്ളൂ. ആഹാ, ഒരു കുഴപ്പം പറഞ്ഞ നിങ്ങള്? 9 കുഴപ്പം ഞാൻ പറഞ്ഞുതരാം. 9 കുഴപ്പം എന്നെ കൊണ്ട് പറയിപ്പിക്കലേ. എവിടുന്ന് വന്ന കൊടങ്ങാവളിലെ കുറെ ആൾക്കാർ വരുമ്പോഴത്തേനും എല്ലാം മേടിക്കാനും പറയാനൊക്കെ നിങ്ങൾക്ക് അറിയാം. പിന്നെ അവളെ ആങ്ങളെ പറഞ്ഞപ്പോ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. എന്റെ ആങ്ങളെ പറഞ്ഞ എനിക്ക് ചന്ത ഇവിടെ റോഡിൽ നിന്ന് കേൾക്കാം. ഇവിടെ തലപ്പ ചോദിച്ചു നോക്ക്. ആ, ചോദിക്കും. എന്തെങ്കിലും പറഞ്ഞ ഉടനെ എന്റെ ആങ്ങളെ അതിനകത്ത് പിടിച്ചു വലിച്ചിട്ടോളൂ. പതുക്കെ സംസാരിക്കാൻ റോസ്മേരി ആന്റിക്ക് ഇല്ലേ? ആ, റോസ്മേരി ആന്റിയുടെ ബാക്കി ഇപ്പൊ ഇവിടെ നടക്കും. നീ തുണി നശിപ്പിച്ചതിന് എന്റെ ക്ലീറ്റോനെ എന്തിനാ ഞാൻ പറഞ്ഞു പഠിപ്പിക്കുന്നത്? ആ, ക്ലീറ്റോനെയാണ് പറഞ്ഞു പഠിപ്പിക്കേണ്ടത്. കഴിഞ്ഞ ഓണത്തിന് ഇവിടെ പന്തം കൊളുത്തി പ്രകടനത്തിന് എന്റെ മുണ്ട് കുനുവിനാ കീറിക്കൊണ്ട് എന്നെ മുക്കി കത്തിച്ചു. ആ മുണ്ട് പോയ നഷ്ടത്തിനോ അതിന്റെ പേര് സഹതാപം കൊള്ളാനോ കരയാനോ ആരെങ്കിലും വന്നോ? പറ. അപ്പൊ നീ പകരത്തിന് നിന്റെ മുണ്ട് പോയതിന് പകരം ചെയ്താണോ ഇത്? അങ്ങനെ കണക്കൂട്ടുന്നെങ്കിൽ അങ്ങനെ കണക്കൂട്ടാം, അല്ലാതെ കണക്കൂട്ടുന്നെങ്കിൽ അല്ലാതെ കണക്കൂട്ടാം. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നിനക്ക് നാണമില്ല. ആ, നിന്നോട് വർത്താനം പറഞ്ഞു നിന്നെ കൊല്ല. എന്ത് പോവാൻ? ആ ലില്ലി വരുമ്പോഴത്തേനും മുറ്റടിച്ചില്ല. ഞാൻ വരട്ടെ, എന്നിട്ട് ബാക്കി ഞാൻ വന്നിട്ട് തരാം. ഇത് മുട്ട ഒരു മുട്ട കണക്ക് ഇപ്പൊ നീ പറഞ്ഞു. കയ്യെത്തിച്ച് തടവാൻ പറ്റുന്ന തടിച്ചൂടെ?